വന്ദേ ഗുരുപരമ്പരാം ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തി ഗന്ധാനീനന്ദന സദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവ്വഹി സാക്ഷിപുരം ഭാമാലീലം ത്രിപുരലീലം സദ്ഗുരും തന്താമി ഭവാനി ശങ്കരോ വന്ദേ ശ്രദ്ധാവിശ്വാസരൂപിണോ യാം യാം വിനാശപശ്യന്തി സിദ്ധാസംഗസ്തം ഈശ്വരം. ശ്രീ ഗുരുഭ്യോ നമഃ. സത്സംഗത്തെ പറ്റിയിട്ട് എപ്പോഴോ കേട്ടു തുടങ്ങിയേച്ച് മാഹാത്മ്യത്തിൽ എപ്പോഴോ തുടങ്ങിയേച്ചിട്ടുണ്ട്. നാളത്തെ ഭക്തിദേവി ഉണർത്തി തന്നെ പോയി നാരദനോട് സംസർഗം കൊടുക്കുന്നത് ഭക്തിയെ കൂടി ഉണർത്തിയത് നമ്മുടെ സജ്ജന സംസർഗം നാരദനോട് സംസർഗം കൊണ്ടല്ലേ. അത് നാരദനക്ക് ചൊല്ലിക്കൊടുത്തപ്പോഴേ അല്ല കുമാരന്മാരുണ്ട് സകലകുമാരന്മാര് അതിലേ തുടങ്ങിയ സജ്ജന സംസർഗം തുടങ്ങിയ ഇപ്പോൾ ഇതുവരെ നമ്മുടെ വാസ്തുവിനെ സജ്ജന സംസർഗം ചൊല്ലിയിട്ടുള്ളത്. ദർശനം ച വിശേഷ ശേഷമുള്ള പ്രേമപ്രകാശത്തെ ശരണം നമോസ്തി. മാമജന ഭാഗ്യയോട് മാത്രമാണ് നമുക്ക് സംസാരം കഴിക്കുന്നത്. എനിക്ക് കഴിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ക്രിസ്മസ് എനിക്ക് എപ്പോഴെങ്കിലും കിട്ടിയ ഭാഗ്യമുണ്ട് സത്സംഗം മാത്രം തന്നെ അതേസരി മഹാഭാഗ്യം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നൽകി നമസ്കാരം. ഭാഗ്യോദയേന ബഹുജന്മ സമാധിനേന സത്സംഗം ചെലവിലെ പുരുഷോ യഥാവേ അജ്ഞാന ഹേതുകൃത മോഹ മതാന്തരാശങ്കീനായി തപോനിലേ ഇതിലെ ചൊല്ലിയച്ച് നമുക്ക് എത്രയോ കോടി ജന്മം പുണ്യകാരനൊക്കെ മനുഷ്യജന്മം തന്നെ കിടക്കുന്നു. അതിനെയും സത്സംഗം കിടക്കുന്ന മഹാപുണ്യം അജ്ഞാനം എല്ലാം മാറും. നമുക്ക് വിവേകം ഒളിപ്പിക്കുന്നത് അതിനെ ചൊല്ലിയച്ച് ഇനിയിപ്പോൾ നമ്മൾ ഏകാദശി തന്നിട്ട് കടന്നാച്ച് സ്വാമി എപ്പോഴും വരുവാണ്. ദശമസ്കന്ധം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏകാദശി സ്കന്ധം കടക്കലാം. അതിൽ എന്ത് മനസ്സിലാക്കിയിട്ട് വേണം എന്ന് വെച്ചാൽ അത് ചിത്തവൃത്തി നിരോധനമാക്കും. അപ്പോൾ ചിത്തവൃത്തി സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്തെ നിശ്ചലതത്വം നിശ്ചലത്തെ ജീവൻ മുക്തി. അപ്പോൾ സത്സംഗത്തിന് എന്നെ തന്നെ വരണം അതിനെ കൊണ്ടെത്തിക്കുന്നത് ജീവൻ മുക്തി. നമ്മളോട് ജീവൻ ആഗ്രഹിക്കുന്നതല്ലോ. രണ്ട് 4 പുരുഷാർത്ഥം ധർമ്മം അർത്ഥം കാമം മോക്ഷം. ധർമ്മം ബുദ്ധിക്കും അർത്ഥം നമ്മളോട് ഇന്ദ്രിയങ്ങൾക്കും കാമം മനസ്സിനും. പിന്നെ ഒന്നുകൂടി കാമത്തിലാണ് സ്റ്റക്കാവുക പതാ നമുക്ക് ഓരോന്ന് കടച്ചാലും പോരാ തൃപ്തിയാവാറ്. പക്ഷെ ഇന്നോട് നമ്മളോട് ജീവൻ കൊതിക്കരുത്. ജീവൻ മുക്തി അതിൻ്റെ പുരുഷാർത്ഥത്തിലെ ഏറ്റവും ഭഗവാനോട് ഈശ്വരാനുഗ്രഹം നമ്മുടെ ജീവൻ ആഗ്രഹിക്കുന്നത് തന്നെ. അത് എപ്പടി കഴിക്കുന്ന ഇതിനെ എല്ലാം ചുരുക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇതിനെ ചുരുങ്ങിയ മഹാത്മ്യത്തിലെ ഭക്തിജ്ഞാന വിരാഗമാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് പ്രകാശിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗത്തോടെ എന്നുള്ളത് അതിനെ തുടക്കത്തിലേ ചൊല്ലിയാച്ച്. അപ്പോൾ ഇതിനെ മുഴുവൻ ചൊല്ലുന്നത് മനുഷ്യനെ കഴിക്കുന്നത് നമ്പറുള്ളവെന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ ഗണവയോഗി സംസ്കൃതിയുടെ ചൊല്ലിയാച്ച്. അത് ആത്യന്തിക ക്ഷേമം ഭവതോ അനാഥ സംസാരസ്മി ക്ഷണോത്തമി സത്സംഗ ക്ഷേമത്തിൽ നിന്നാണ് അതൊരു ബിംബമായി എന്ന് ചൊല്ലിയിട്ട് അങ്ങനെ നാളെ ചുരുവാണ്. അതിനുശേഷം 24 വൃദ്ധന്മാരിലെ എഴുവും ബ്രാഹ്മണനുമായിട്ടുള്ള സംവാദം വന്നു. അതിനെ ചക്രവർത്തിയെ കൊണ്ടുപോയതു എന്നിട്ട് പോയി കേൾക്കാൻ ആനന്ദമോ കണ്ടിട്ട് കഴിവ് ബ്രാഹ്മണൻ വീടില്ലേ വസ്ത്രമില്ലേ ഒന്നുമില്ലേ ഭക്ഷണമോ ഒന്നുമില്ല അവർക്കുത്തനായിട്ട് എപ്പോഴും ഒരുക്കുന്ന ആനന്ദം എന്നൊക്കെ കേൾക്കുക. കാമലോകരവാദിനാണ് അവസ്ഥയിൽ പറ്റുക എപ്പോഴേക്ക് കാട്ടുമീ വർദ്ധവരാണ് വെള്ളത്തുള്ള പോയി പഠിക്കുന്നത്. അതുമാതിരി എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നത് കേട്ടപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊടുക്കണം. രത്നാസുകളുള്ള കവിതം സംഭവാദേ മനുഷ്യമർത്തമനിത്യമീതീര ദൂർണമ്യതേന പതേരനുവൃത്തിയാവന്റെ ശ്രേയസായ വിഷയത്തിൽ സർവ്വതസ്യാത്. ഇതേ രീതിയിൽ നമ്മൾ പ്രഭാതനത്തിനെ കേട്ടിട്ടുണ്ട്. ജീവിതം സമ്മാനത്തിലെ എല്ലാ രീതിയിലും ചക്രവർത്തി കേട്ടവർ എത്രയോ കോടി ജന്മത്തിന് ശേഷം അത് നമുക്ക് മനുഷ്യജന്മം കഴിക്കരുത്. അന്ന മനുഷ്യജന്മം നമുക്ക് കഴിക്കപ്പെടുന്ന തോന്നിയല്ലോ. പിന്നെ അതിനെ കയറിയിരുന്നാൽ അതൊരു നമ്മുടെ ജില്ല പോവാം. വീശനോട് കാര്യം നന്നാ വീശും. നമുക്കത് ലക്ഷ്യത്തിന് എത്താൻ പറ്റും. സംസാര സാഗരേ ചുമ പാട്ട് പാടുന്ന കഴിയും. എങ്ങനെ അത് ഗുരുവാസ
ആളുകൾ അനുഭവിക്കേണ്ടതിന്റെ ജീവിതം അത് ഇതിലേ ചൊല്ലാം. ഏതൊരു പുരാണത്തിന്റെ ചൊല്ലുമോ അല്ലെങ്കിൽ മാമി ചൊല്ലിയിട്ടുണ്ട്. ഗുരുവിടെ അനുഗ്രഹം താമസി അയാളുടെ രാമാനി നമുക്കത് അവസരത്തിൽ നമുക്കത് ഓർമ്മ വരും. ഗുരുവിടെ അനുഗ്രഹം എപ്പോഴും നമുക്ക് വേണം. ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് വേണ്ടി നമ്മൾ ഗുരുവിടെ അനുഗ്രഹമാണ്. അപ്പോൾ വരാപുരാണത്തിൽ കേൾക്കുന്ന ഭൂമിയിൽ എപ്പോഴാക്കുന്ന പ്രാരാബ്ദം അനുഭവിച്ചിരിക്കട്ടെ നമുക്ക് ഭഗവാനെ കൂട്ടപ്പെട്ടിരുന്ന വിഷ്ണു ഭഗവാന്റെ കേൾക്കുക. അതാണ് കയ്യിൽ ഇപ്പോഴാണ് നമ്മൾ പ്രാരാബ്ദം അനുഭവിക്കേണ്ടത് തത്വം. ഇന്റെ ജീവിതം ഭഗവത്ഗീതയിലെ ചൊല്ലുക അനിത്യം അസുഖം രോഗങ്ങളും നമുക്ക് വലിയ സുഖമൊന്നുമില്ല. എന്ന കാരണം എത്രയോ കോടി ജന്മത്തിന് ശേഷം നമുക്ക് ജന്മം കിടക്കേണ്ടത് അതിലേക്ക് എല്ലാം കണ്ടിട്ടിരിക്കുമ്പോൾ നമുക്ക് തിരിയാതെ നമ്മളോ എന്ന ജന്മൊന്നും ചെയ്തിട്ടില്ല. മുമ്പ് പോലും നോയിച്ചിട്ടില്ല എന്നോ ചെയ്തിരിക്കും. അതിനോട് സീക്വൻസ് ആയിട്ട് അനുഭവിച്ചു വന്നത്. അപ്പൊ എന്നെ വേണം ഭക്തിയെ വളർത്തണം. ഭാഗവതം മുഴുവൻ ഇങ്ങനെ ചൊല്ലുന്നു. ഭഗവാന്റെ ഭക്തി വളർത്ത് വിഷയ വൈരാഗ്യത്തെ ഉണ്ടാക്ക് അത് നീക്ക് ചൊല്ലിയിട്ട് വളർത്ത്. അപ്പോൾ ഇതേമാതിരി സത്സംഗമാക്കും. അതൊക്കെ ഏറ്റവും പറ്റിയിട്ട് ഭഗവാനെ ഭക്തി വളർത്ത് വിഷയ വൈരാഗ്യം വളർത്ത് അപ്പോൾ അത് എപ്പോഴും പിടിയും നമ്മൾ ചൊല്ലിട്ടേ ഉണ്ടാവില്ല. നമ്മൾ ഓരോക്കെല്ലാം പോകണം. അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിച്ച് പാർട്ടിക്കാരിലും സ്വാമിജി കേൾക്കാം ഒരു വയറുമലൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ തൊഴുതു കൂട്ടിക്കൊണ്ടുവന്നോ ഇല്ല. കൂട്ടിക്കൊണ്ടുവന്നില്ലേ വെളിയിൽ വന്ന മായ കഴിച്ച് ചെരുപ്പ് കൊണ്ടില്ല. ഏത് കടയ്ക്ക് പോകണം, ഏത് ഹോട്ടലിൽ പോകണം, ഏത് മാല നോക്കണം, ഏത് വേണം അപ്പോൾ മായയിലേക്ക് വെച്ച് 24 hours നമുക്ക് ഭക്തി മറന്നേയില്ല. എന്ന കാരണം അത്രയ്ക്കാണ് നമ്മളോട് അന്ധക്കരണ ചുറ്റിയില്ലായ്മ എന്ന കാരണം ഭംഗിയായിട്ടുള്ള സത്സംഗത്തോട് പ്രസക്തി വന്ന് ഭഗവത്ഗീത നാരായണീയത്തിന് ചൊല്ലാം. നമ്മളോട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം അത് മൂന്നും അത് ഇല്ലാത്ത അത് മൂന്നും ഒരേ ലെവലിൻ്റെ പോണം. ഭക്തി മനസ്സോണിലവിടേക്കും അത് ശരണാഗതി വരണം. പിന്നെ ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങണം. ബുദ്ധി അതും മൂന്നും ഒരേ ലെവൽ ശരിയാണ്. ഭക്തി വളർന്ന് ബുദ്ധി എന്ന് വേണം താൻ പറ്റും. ഭഗവാൻ ഇതിലെ 13ാമത്തെ അധ്യായത്തിലേക്ക് ഏകാദശിലേക്ക് പറഞ്ഞത് 12ാമത്തെ അധ്യായത്തിലെ അതിലെ കഴിച്ചിട്ട് ഭഗവാനെ ഇതുവരെ ഉപദേശിക്കുന്നത് അതിലെ 13ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ആരും സീക്രട്ട് ചൊല്ലിട്ടവൻ അത് ഭക്തി എപ്പടി വളരുന്നില്ല. സത്സംഗം കൊണ്ട് അറിഞ്ഞില്ല. നമ്മുടെ അറിയില്ല എല്ലാവർക്കും ഭഗവാൻ എത്ര സീക്രട്ട് ചൊല്ലുവാനും ചൊല്ലുന്നത് ഗോപികമാരോട് ഭക്തി ഏറ്റവും ഉയർന്ന ഭക്തി. അവരെന്നെ പഠിച്ചിരുന്ന, എന്നെ ശാസ്ത്രം പഠിച്ചിരുന്ന, എന്റെ വിദ്യാഭ്യാസം ഭക്തി ഉറച്ച് ഏത് ലെവലിൽ ഗോപികമാരോട് ഭക്തി തന്നെ ഏറ്റവും ഉയർന്ന ഭക്തി. അപ്പടിയൊരു ഭക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ കാര്യങ്ങൾ നമ്മുടെ രൂപത്തിൽ നമുക്ക് നമ്മളോട് ഗുരുക്കന്മാരായിട്ടുള്ളത് ആരുമായിട്ടുള്ള സംഭവങ്ങളില്ല. നമുക്ക് നമ്മളോട് അതൊക്കെ ശുദ്ധി കണ്ട് ഭക്തി ശതമാനി നല്ല ഭക്തി വളർന്ന് അത് ഉറച്ച് ഭക്തി ഉറക്കത്തിന വിഷയവൈരാഗ്യം വരും. വിഷയവൈരാഗ്യം ഉറച്ച് കഴിഞ്ഞാൽ ഭക്തി ഉറക്കും. ഇങ്ങോട്ടല്ല പരമാന ജ്ഞാനത്തെ എന്നെ പറയുന്ന പരമാന ജ്ഞാനം ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലേ. അപ്പൊ ഞങ്ങളോട് ആചാര്യം എപ്പോഴും കാണിച്ചില്ല. എല്ലാവരും കാണുന്ന ഗുരുവായൂരപ്പന് നമസ്കാരം അപ്പടി നമ്മൾ ചൊല്ലാത്തതാവും. അതാണ് സഞ്ചരിക്കുന്നതോട് മഹിമൻ തീർത്തി കുമന്തി തീർത്താനി. അവ അപ്പടി സഞ്ചരിക്കുന്ന യുധിഷ്ഠിരൻ ഇതിനെ ചൊല്ലാനെ യുധിഷ്ഠിരൻ ഇതിന് തീർത്ഥയാത്രയെല്ലാം എനിക്ക് വർത്ത കേൾക്കുന്നത് എന്ത് ചിട്ടപ്പാ നീ ഇപ്പടി തീർത്ഥയാത്രയ്ക്കില്ല പോലെ നീയേ ഒരു തീർത്ഥമല്ലോ, സഞ്ചരിക്കുന്ന തീർത്ഥമല്ലോ, നീ എന്ത്. അപ്പൊ അതിലേക്ക് നമുക്ക് മനസ്സിലാക്കണം ഗതാമൃതം അടുപ്പില്ല. ഗതാമൃതം വിഷ്ണുവെ നെഞ്ചിലേറ്റിട്ട് നടക്കുന്ന വളരെ. അപ്പൊ അതിലായിരുന്നു പറഞ്ഞ പാലക്കാട് സ്വാമിജി പോയി വരുക ആരെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സജ്ജനമ അതാണ് ഗുരുവായൂരപ്പൻ. സഞ്ചരിക്കുന്ന നൃത്തങ്ങൾ നമ്മൾ മുന്നിലേ ഇടട്ടെ. എന്തിന്റെ കോവിൽ പോയിട്ടപ്പി അടിപൊളി പ്രാർത്ഥിക്ക് പോകണം എന്ന് കേൾപ്പരവൻ ഇങ്ങനെയാണ് മാമാവ് തന്നെ ചൊല്ലുണ്ട്. കപ്പി കുറിച്ച് പോകണം
പോലിക്കലാണ് എല്ലാവരും ആശ്രയിക്കും എന്നൊക്കെ ഭഗവാനെ എടുത്ത് ചൊല്ലുവാൻ ലോകേതീയമായ സാധ്യം ധർമ്മജ്ഞാന സ്വാധ്യായ സദസ്യാർത്ഥ ജ്യേഷ്ഠാമുക്തം ദക്ഷിണ അതൊക്കെ അത്തരത്തിൽ പിടിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എന്താ വ്രതങ്ങളോ യജ്ഞങ്ങളോ തീർത്ഥപ്പുറത്തൊക്കെ പോകുന്നോ അതൊന്നും എത്രത്തോളം ഇഷ്ടമില്ലെന്നല്ല അവർ ചുമ്മിയോ അത് ഒരുപാട് കാലം എടുക്കും. അമ്മയായി ദേവാശിലാമയാവേ ഒരു കാലം കർശനാമയോ സർവ 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ വരും ഭാഗവത്തിന് വരുന്ന ശ്ലോകം. അതായത് ഇതേ തന്നെ ഇവിടെ ചൊല്ലത്തിയേക്കാത്ത ശ്ലോകമായിക്കോട്ടെ പല സ്ഥലത്തിലേക്കൊന്ന് ചൊല്ലാം. അക്രൂരനോട് സ്തുതി കഴിക്കുമ്പോൾ ഭഗവാൻ അക്രൂരനത്തെ ചൊല്ലാം. ഞാനെല്ലാവരും നമസ്കാരം വന്ന് രമന്തമണ്ഡലത്തിൽ നമ്മുടെ സമയത്തിൽ അന്തവാംശിമാരുടെ ഭഗവാൻ അതേ ചൊല്ലാം. പിന്നെ മാർക്കണ്ടേയോടത്തെ ശിവഭഗവാൻ ചൊല്ലാം ദേവനി, പിന്നെ സുഖദേവന്റെ ഭഗവാൻ ഇതെല്ലാം ചൊല്ലാം. എന്നുവെച്ചാൽ അത്രയ്ക്ക് സത്യം സമൂഹത്തോട് അത് കിടക്കരുത്. നമ്മൾക്ക് എത്രയോ ജന്മത്തിലുണ്ടായിട്ട് നീങ്ങാൻ തന്നെയാണ് സജ്ജന സംസാരം വേണം. ഇവിടെ എത്രയോ ഉദാഹരണങ്ങൾ ചൊല്ലിക്കുക. അപ്പോൾ ഇതിൽ ചൊല്ലി പറഞ്ഞതെന്ന് വെച്ചാൽ മലയാളത്തിൽ 17 വാക്യം ചെണ്ടക്കി താഴെയുണ്ട്. സംസാരം അത്രയ്ക്ക് മഹത്വമാക്കും. അപ്പോൾ ഭക്തി വൈരാഗ്യ ജ്ഞാനം അതെല്ലാം കണക്കിലാണ് ചൊല്ലിപ്പിക്കാൻ സത്സംഗത്തേക്ക് മാത്രം ഇടയ്ക്കും ചൊല്ലാം. പിന്നെ മാമ എപ്പോഴും ചൊല്ലുന്ന ശ്ലോകമുണ്ട്. ഭവാനി ശങ്കരവും മധ്യേ ശ്രദ്ധാ വിശ്വാസരൂപിണവും സജ്ജന സംസർഗവും ഭക്തിയും വിശ്വാസവും വൈരാഗ്യവും എല്ലാം ഇരുന്നാൽ മാത്രമാണ് സജ്ജന സംസർഗത്തിലൂടെ വളർത്തിയെടുക്കാൻ മാത്രമല്ല നമുക്കുള്ളിൽ വളർന്നത് എന്താ ഭഗവാനെ കടയ്ക്കും ലക്ഷണത്തെയൊക്കെ നമ്മുടെ വെളിയിലൊക്കെ ഉള്ളിൽ പത്നിക്കാടിനും അതിലേ കുഞ്ഞിക്കൊക്കെ അതെന്ന് അത് കർമ്മമുണ്ട്. കർമ്മം അവിദ്യ കാമം കർമ്മം ബന്ധം അതിന് ബന്ധിച്ചിട്ടേ പോകും. പക്ഷെ ഇതാവട്ടെ നമ്മുടെ ബന്ധനമില്ലേ, നമുക്കൊന്നുമില്ല, ആരുമില്ല. അത് നമുക്ക് നല്ല പശുക്കളോട് കറിയില്ല ഒളിപ്പിച്ചു വെച്ചത് ബ്രഹ്മമോഹൻ കറിയില്ല. ഇത്ര ഇഷ്ടം സ്വന്തം കുട്ടികളൊക്കെ മറ്റും ഭഗവാനെ പൂർണ്ണാക്കം എടുത്തിട്ട് പശുക്കുട്ടികളും കുട്ടികളുമായി മാറിട്ട് ഇന്ന് എത്ര ഇഷ്ടം. അല്ലാതെ ജീവഭാവമല്ല ഈശ്വരീയ ഭാവമാണ് കാണുന്നത്. നമ്മളോട് ഈശ്വരീയ ഭാവം ഉയർത്തിയില്ല. ചിലവളെ കണക്ക് നമുക്ക് എന്തിഷ്ടം എപ്പോഴും ഉയർന്നു ആ സമയത്തിലേ പോയിരുന്നു. അവന് എന്നാൽ അത് ഈശ്വരീയ ഭാവം ഉയർന്നു കിട്ടുന്നത് എന്തിനെന്തായാലും കുഴപ്പമില്ല. അത് അപ്പടി പരമാവധി അടുപ്പിക്കുന്ന അതൊരു കണ്ടാതെ ഈശ്വരീയമാവും ഉയർന്ന് വളർത്തി. അതുകൊണ്ട് നമുക്കൊരു അട്രാക്ഷനാണ്. എന്നെക്കണ്ട ചെലവാൻ ചെയ്യുമ്പോൾ എന്നെ ചെറുപ്പം ചെയ്യുവാന്നുള്ളത് അതിനൊക്കെ പോകുന്നതാണുള്ളത്. അതാണ് സത്യത്തോട് മാറ്റിമയം മാമിച്ചോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തീരുന്ന സമയമൊന്നും ഉണ്ടാവാതെ ഏത് അവസരത്തിൻ്റെ ചാന്തനായി നിൽക്കണം എന്ന് ഈ സജ്ജന സംവത്സരം എത്ര ഭാഗവതത്തിനും 100 പ്രാവശ്യം കിട്ടുക. അവസാനം ഒരു കാലത്തിൽ വ്യക്തി വന്നത് അഭിഭാഗവതത്തിലേക്ക് വന്നത് ഇപ്പിടി എങ്കോ കാലഘട്ടത്തിൽ കിടച്ചത് അതിനെ ரொம்ப സന്തോഷം എടുക്കുക. ആത്മാനം നമുക്ക് നമ്മളോട് മനസ്സിൽ വെളിയിലെ പോകുന്ന മനസ്സിൽ തിരിച്ച് ഇതേ മനസ്സിലാക്കി നമുക്ക് സാധിക്കേണ്ട പോകും. പിന്നെ ഇടാൻ പറ്റില്ല, ഇറക്കുണ്ട്. Haribo!